2023-24 സാമ്പത്തിക വർഷത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 10 കോടിയിലധികം തുക ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി 2,50,000 തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനും 1,460 കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനും സാധിച്ചു. എർത്തൻ ബണ്ടുകൾ, മൺകയ്യാല, സ്റ്റാഗേർഡ് ട്രഞ്ച് പോലുള്ള മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികളും ജലസേചനം, കുടിവെള്ളം എന്നീ സൗകര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആവശ്യമായ ഇടങ്ങളിലെല്ലാം തടയണകൾ, കിണറുകൾ, കുളങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും സാധിച്ചു. അതുപോലെ തന്നെ ഇടിഞ്ഞു പോകാൻ സാധ്യതയുള്ള തോടുവശങ്ങളിലും കുളത്തിന്റെ വശങ്ങളിലും എല്ലാം കയർഭൂസ്ത്രം വിരിക്കുന്നതിനും ഗ്രാമീണ റോഡുകൾ, കൾവേട്ടുകൾ, ജലസേചന കനാലുകൾ, കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ വർക്ക് ഷെഡുകൾ, പ്ലേ ഗ്രൗണ്ട് മുതലായവയെല്ലാം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത്. 2018-19 മുതൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച കുടുംബത്തിലെ 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് തയ്യൽ പരിശീലനം, നഴ്സറി, ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയ തൊഴിൽ രംഗങ്ങളിൽ പരിശീലനം നൽകുക എന്നതാണ് ഇന്നത്തെ ഉദ്ദേശിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ മാനന്തവാടി ബ്ലോക്ക് തല ഉന്നതി പരിശീലനത്തിന് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും 9ാം വാർഡിലെ ഇരുമ്പുംപാലം പ്രദേശത്തെ 9 യുവതികൾ പങ്കെടുക്കുകയും ബ്ലോക്ക് തല പരിശീലനത്തിന് ശേഷം 22 ദിവസത്തെ തുടർ പരിശീലനം നേടുകയും ചെയ്തു. തുടർന്ന് ചെറുകിട സംരംഭം തുടങ്ങുന്നതിനായി ആവശ്യമായ വർക്ക് ഷെഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ നിർമ്മിച്ചു വരികയാണ്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് ഇരുമ്പുപാലം പ്രദേശമാണിത്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് തൊഴിലുറപ്പിൻ്റെ ഉന്നതിയുടെ ട്രെയിനിങ് കിട്ടിയിരുന്നു. അതിൽ ഞങ്ങൾ ട്രെയിനിങ്ങിന് ഇവിടുന്ന് 9 പേരും പങ്കെടുത്തിരുന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് കാറ്ററിങ്ങിൻ്റെ ഒരു ട്രെയിനിങ് കിട്ടിയിരുന്നു 20 ദിവസം. ആ ട്രെയിനിങ്ങും കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് സംരംഭമായി ചെയ്യാൻ തൊഴിലുറപ്പിൽ അപേക്ഷ വെച്ച് ഒരു വർക്ക് ഷെഡിന് വേണ്ടി ആ വർക്ക് ഷെഡാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ മുമ്പിലുള്ളത്. പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ തൃശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇരുവശങ്ങളിലും റോഡുകളെ ചുറ്റപ്പെട്ടാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഒരു ചുറ്റുമതിൽ എന്നത് അത്യാവശ്യ ഘടകമായി മാറി. ചുറ്റുമതിലില്ലാത്ത എല്ലാ സ്കൂളുകൾക്കും ചുറ്റുമതിൽ നിർമ്മിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും പ്രത്യേക താൽപ്പര്യപ്രകാരം എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും 160 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 6 ലക്ഷം രൂപ ചെലവഴിച്ച് ചുറ്റുമതിലിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിലൂടെ പുതിയൊരു ആസ്തി സൃഷ്ടിക്കുന്നതിനും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുവാനും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും സാധിച്ചു. എടവക ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ 10 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെലവഴിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൽ 2687 കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തൊഴിൽ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 1569 കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ നൽകാൻ സാധിച്ചു. എടവക ഗ്രാമപഞ്ചായത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ 8ാം വാർഡ് പ്രദേശത്ത് ഒരു കൂട്ടം പ്രവർത്തകർക്ക് വേണ്ടി സൃഷ്ടിച്ച സ്വയം സഹായ സംഘത്തിന്റെ വർക്ക്ഷെഡ് വിജയകരമായി തന്നെ പ്രവർത്തിച്ചു വരികയാണ്. 3,27,800 എസ്റ്റിമേറ്റ് തുകയിൽ 89 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. എടവക ഗ്രാമപഞ്ചായത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ 1ാം വാർഡ് എള്ളുമന്നം, ഒരപ്പ്, കാക്കഞ്ചേരി, ചൊവ്വ മെതിയറ എന്ന പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 14 ലക്ഷം രൂപ ചെലവിൽ 210 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മിച്ച ചൊവ്വ മെതിയറ കൽവേട്ടാണിത്.
മഴക്കാലത്ത് ധാരാളം വെള്ളം വരുന്ന പ്രദേശം കൂടായതിനാൽ അതിന് പ്രതിരോധിക്കുന്ന രീതിയിലാണ് കൽവേട്ട് നിർമ്മിച്ചിരിക്കുന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2600 അധികം കുടുംബങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായത്. ഇതിൽ 1500 അധികം കുടുംബങ്ങൾക്ക് 100 തൊഴിലുകൾ കൊടുക്കാൻ സാധിക്കുകയും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മണ്ണ് ജല സംരക്ഷണത്തിനുമാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. കെട്ടിടങ്ങൾ, റോഡുകൾ, കൽവെട്ടുകൾ തുടങ്ങി നിരവധി പ്രവൃത്തികളാണ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. കല്ലുങ്കൽ ചപ്പ കോളനി റോഡ്, ആറുപൊയ്ത്തിൽ കോളനി റോഡ് എന്നിവ ഇതിൽ ശ്രദ്ധേയമാണ്. തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിൽ 2023-24 സാമ്പത്തിക വർഷം 880 മീറ്റർ നീളത്തിൽ 42 ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോകാനും ഒരു വണ്ടി വരാനൊന്നും വിളിച്ചാലും ഇങ്ങോട്ട് വരില്ല വണ്ടി. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ വണ്ടി അങ്ങ് വരെ പോകുന്നുണ്ട്. വണ്ടി വിളിച്ചാലെല്ലാം വരുന്നുണ്ട്. വികടന പ്രവർത്തകരുടെ സാന്നിധ്യവും സായുധ ഏറ്റുമുട്ടലുകളും നടന്ന ഈ കോളനിയിലേക്ക് വികസനം എത്തിക്കുന്നതിന് ഈ റോഡിന്റെ നിർമ്മാണം ആവശ്യമായിരുന്നു. തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ 2023-24 സാമ്പത്തിക വർഷം 4,65,000 രൂപ ചിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 30 മീറ്റർ കോൺക്രീറ്റ് റോഡും കൾവേട്ടും നിർമ്മിച്ചു. കൾവെട്ട് പാതതിനു ഇക്കരയ്ക്ക് വണ്ടി സൗകര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോകേണ്ട കേസ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് അക്കരെ വരെ എടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം പാലായിരുന്നു, മരത്തിൻ്റെ 2 കഷ്ണത്തിൽ നല്ല സൗകര്യം. ആറുപൊയ്ത്തിൽ കോളനി നിവാസികളുടെ ദീർഘകാല ആവശ്യമായിരുന്നു ഈ കൾവേട്ട് നിർമ്മാണം. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ 21 വാർഡുകളിലായി 1,97,157 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കൂലി ഇനത്തിൽ 6,53 ലക്ഷം രൂപയും മെറ്റീരിയൽ ഇനത്തിൽ 1,80 ലക്ഷം രൂപയും ആകെ 8,32 ലക്ഷം രൂപ ചിലവഴിക്കപ്പെട്ടിട്ടുണ്ട്. 1,126 കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിക്കുവാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ഇതിൽ 40 കുടുംബങ്ങൾ SC വിഭാഗത്തിലും 513 കുടുംബങ്ങൾ ST വിഭാഗത്തിലും 573 കുടുംബങ്ങൾ ജനറൽ വിഭാഗത്തിലും ഉൾപ്പെടുന്നു. 41 കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന സുപ്രധാനമായ പ്രവൃത്തിയാണ് കാർഷിക നഴ്സറി നിർമ്മാണം. എല്ലാ വാർഡുകളിലും നഴ്സറി നിർമ്മാണം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി നിലവിൽ 5 വാർഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയിലെ പുനരുജ്ജീവനത്തിന് സഹായകമാവുന്ന ഈ പ്രവൃത്തിയിൽ കാപ്പി, തെങ്ങ് എന്നീ തൈകളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡ് മൊതക്കരയിലാണ് കാർഷിക നഴ്സറിക്ക് പ്രാരംഭം കുറിച്ചത്. നിലവിൽ 2000 തെങ്ങിൻ തൈകളും 4000 കാപ്പി തൈകളും ഈ നഴ്സറിയിലൂടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. 291 തൊഴിൽ ദിനങ്ങളും 97,735 രൂപ വേതന ഇനത്തിലും 1,70,914 രൂപ മെറ്റീരിയൽ ഇനത്തിലും ഉൾപ്പെടെ 2,68,649 രൂപ ഈ പ്രവൃത്തിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ലക്ഷ്യമിടുന്നു. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് കരിങ്ങാരി നടക്കൽ പ്രദേശത്ത് പൂർത്തീകരിച്ച മുതുകോടൻപടി കൾവർട്ട് യാത്രാ സൗകര്യത്തിനും പ്രളയ നിവാരണത്തിനും ശാശ്വത പരിഹാരമായി. വർഷക്കാലത്ത് എന്നും പ്രദേശവാസികൾക്ക് ദുരിതമായിരുന്ന തരുവണ നടക്കൽ തോടിനാണ് ഈ കൾവർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ദിനേന 100 കണക്കിന് പ്രദേശവാസികളും സ്കൂൾ കുട്ടികളും യാത്ര ചെയ്യുന്ന കരിങ്ങാരി മുതുകോടൻ റോഡിന് വെള്ളക്കെട്ടിൽ നിന്നും ശാശ്വത മോചനം നൽകാൻ ഈ കൾവർട്ട് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 10,989 രൂപ വേതന ഇനത്തിലും 3,51,045 രൂപ മെറ്റീരിയൽ ഇനത്തിലും ഉൾപ്പെടെ ആകെ 3,62,034 രൂപ ഈ കൾവർട്ടിനായി ചെലവഴിച്ചിട്ടുണ്ട്.
തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷം വിവിധ പ്രവൃത്തികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ജലസംരക്ഷണ പ്രവൃത്തികൾ, റോഡ് നിർമ്മാണം, റോഡ് കോൺക്രീറ്റ് പ്രവൃത്തികൾ, അംഗൻവാടി നിർമ്മാണം, കിച്ചൺ ഷെഡ് നിർമ്മാണം എന്നിവയൊക്കെ അതിലുൾപ്പെടുന്നു. SC/ST BPL കുടുംബങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി തൊഴുത്ത് നിർമ്മാണം, ആട്ടുംകൂട് നിർമ്മാണം, കോഴിക്കോട് നിർമ്മാണം, ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം, കിണർ നിർമ്മാണം എന്നിങ്ങനെ വ്യക്തിഗത ആസ്തികളും നടപ്പിലാക്കിയിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷം തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ 8864 കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ 4408 കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനും 1832 കുടുംബങ്ങൾക്ക് 100 തൊഴിൽദിനങ്ങൾ നൽകുന്നതിനും സാധിച്ചിട്ടുണ്ട്. 3,18,931 തൊഴിൽദിനങ്ങൾ നൽകി വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നതിനും പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗോദാവരി കോളനിയിലെ കോട്ടക്കുന്ന് പ്രദേശത്ത് നടപ്പിലാക്കിയ റോഡ് കോൺക്രീറ്റ് പ്രവൃത്തിയാണിത്. കോട്ടക്കുന്ന് കോളനിയിൽ 60 ST കുടുംബങ്ങളാണ് നിലവിൽ താമസിക്കുന്നത്. കോളനിക്കാർക്ക് ഏതാവശ്യത്തിനും ആകെയുള്ള ആശ്രയം കോട്ടക്കുന്ന് മൺ റോഡായിരുന്നു. മഴക്കാലമായാൽ പ്രസ്തുത റോഡ് കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത വിധത്തിൽ ചെളിയും വെള്ളവും വന്നടിഞ്ഞ് രോഗികളെ കൊണ്ടുപോകാൻ വാഹനങ്ങൾ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2023-24 സാമ്പത്തിക വർഷവും 2024-25 സാമ്പത്തിക വർഷവും റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി നടപ്പിലാക്കിയതിലൂടെ പ്രസ്തുത റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചു. നിലവിൽ പ്രസ്തുത റോഡ് രോഗികൾക്കും കോളനി നിവാസികൾക്കും വളരെ നല്ല രീതിയിൽ സഞ്ചരിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആകെ 2023-24 വർഷം 4,99,812 രൂപ റോഡിന് ചെലവാക്കിയിട്ടുണ്ട്. 125 തൊഴിൽ ദിനം നൽകാൻ സാധിച്ചു. 117 മീറ്റർ നീളത്തിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. 4,07,965 രൂപ മെറ്റീരിയൽ ഇനത്തിൽ ചെലവാക്കിയിട്ടുണ്ട്. പ്രസ്തുത റോഡ് കോളനി നിവാസികൾക്ക് വളരെ ഉപകാരപ്രദമായ പ്രവൃത്തിയാണ്. ഇവരൊക്കെ ചോന്നുകൊണ്ട് വരണം. പിന്നെ അവിടെ അടുത്ത ബന്ധുക്കാത്തിന് അങ്ങ് എത്തിക്കാൻ മതി. എന്നാലും ആ റോഡ് ഇപ്പൊ നന്നാക്കി നമുക്ക് നല്ലൊരു ഓണം വന്ന പോലെയാണ്. നമുക്ക് ഓണം വന്ന പോലെയാണ് ഈ റോഡ്. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ MGNREGയിൽ ഉൾപ്പെടുത്തി 2023-24 സാമ്പത്തിക വർഷം 22 മിനി MCF സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു മിനി MCFന് 81,000 രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 17,82,000 രൂപ ആകെ വകയിരുത്തിയിരുന്നു. 4 മീറ്റർ നീളവും 1.50 മീറ്റർ വീതിയിലും റോഡ് സൈഡിൽ സൗകര്യപ്രദമായി സ്ഥാപിക്കുന്നതിന് ഉതകുന്ന രീതിയിലാണ് മിനി MCF ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 22 വാർഡുകളിലും മിനി MCF സ്ഥാപിച്ചതിലൂടെ പഞ്ചായത്ത് ഖരമാലിന്യങ്ങൾ സൗകര്യപ്രദമായി മഴയും വെയിലും കൊള്ളാതെ സൂക്ഷിക്കുന്നതിനും പഞ്ചായത്തിന്റെ മിനി MCF സാധനങ്ങൾ കയറ്റി അയക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. വാർഡിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് മാലിന്യങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നതിന് ഇതോട് സാധിച്ചിട്ടുണ്ട്. 22 മിനി MCF നിർമ്മിക്കുന്നതിന് 352 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ ഇനത്തിൽ 14,88,608 രൂപ ചെലവഴിച്ചു. MGNREGയിൽ ഉൾപ്പെടുത്തി തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ വളരെ ശ്രദ്ധേയമായ ഒരു പ്രവൃത്തിയാണിത്.